ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിലുള്ള അപാകതയാണ് ഇപ്പോഴുണ്ടായ ദുരിതത്തിന് കാരണമായതെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. പുളിങ്കുന്നിലെ വെള്ളം കയറിയ പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്ക കാലത്ത് കുട്ടനാട്ടുകാർക്ക് പുനർനിർമ്മിക്കുന്ന റോഡ് അനുഗ്രഹമായിരിക്കുമെന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത്. 800 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയത്. എന്നാൽ നാട്ടുകാർക്ക് ദുരന്തവുമായി ഈ റോഡ് മാറി. ഇതിന് സർക്കാർ തന്നെ സമാധാനം പറയണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പർ വിധു പ്രസാദ്, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് പിഷാരത്ത് തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം പ്രദേശം സന്ദർശിച്ചു. പറയുന്നു ഇനിയും പണിയാണ് ഉണ്ടെന്ന്. എന്തായിരുന്നാലും അന്ന് പണിയുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. വെള്ളപ്പൊക്ക കാലത്ത് ഈ AC റോഡ് ഈ നാട്ടിൽ ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. എല്ലാ വിധത്തിലും ശരണം നൽകുന്ന, അഭയം തേടാൻ കഴിയുന്ന ഒരു റോഡായി ഈ പാലങ്ങളും എല്ലാം മാറും എന്ന് അന്ന് മന്ത്രി പറഞ്ഞതാണ്. പക്ഷേ അനുഭവം എന്താണ്? ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ റോഡിൽ മുഴുവൻ വെള്ളമാണ്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കുട്ടനാടിൻ്റെ സ്ഥിതിഗതികൾ വസ്തുതാപരമായി യാഥാർത്ഥ്യബോധത്തോടു കൂടി കണ്ട് ശാസ്ത്രീയമായ ഒരു ആസൂത്രണമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്.